ആണ്. ഇപ്പോൾ ഓച്ചിറ പോലും എത്തിയിട്ടില്ല. 10,000-കണക്കിന് ജനങ്ങൾ ഇടതടവില്ലാതെ റോഡിൽ നിൽക്കുകയാണ്. ഓച്ചിറയിലെ അന്തരീക്ഷം കണ്ടില്ലേ? ഇവിടെ ഇതിൽ അതെ ഇനി ആലപ്പുഴയിലോട്ട് കയറുമ്പോൾ വലിയ ജനനിബിഡമായിരിക്കും. അല്ല, അവിടെ എത്തിയാൽ ഞങ്ങൾ സമയത്ത് നടത്താം. നമുക്കവിടെ 8 മണിക്കെങ്കിലും എത്തുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നു. അതെ ഇപ്പം 8 മണി എന്നുള്ളത് പ്രതീക്ഷ പോയി. അതെ ഈ വണ്ടി ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ടോട്ടെ. ഗതാഗതം നിങ്ങളൊന്ന് മാറിക്കൂടെ. ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഓരോ ഇടങ്ങളിലും എത്രത്തോളം വൈകുന്നു, അത് എപ്പോഴാണ് ഈ വാഹനം VS-ൻ്റെ ജന്മനാട്ടിൽ എത്തിച്ചേരുന്നതെന്ന് പറയാനാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം സ്നേഹം കൊണ്ടാണ് പലപ്പോഴും പല സമര പോരാട്ടങ്ങളുടെയും മുന്നിൽ നിന്ന് VS-നോടുള്ള സ്നേഹം കൊണ്ടാണ് VS-ൻ്റെ ഈ അന്ത്യയാത്രയും വൈകുന്നത്, തടസ്സപ്പെടുന്നത്. ആ സ്നേഹം കൊണ്ട് അദ്ദേഹത്തെ ഒരു നോക്ക് കാണണം പോകുന്നതിന് മുമ്പ്. എന്തായിരുന്നു ആ ചരിത്രമെന്ന് ആ മുഖത്ത് നോക്കി അത് വീണ്ടും ആ ഓർമ്മകളിലേക്ക് പോകണം. പുതിയ തലമുറയിലേക്ക് ആ ഓർമ്മകൾ എത്തിക്കണം. ആ സന്ദേശം, അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ പുതിയ തലമുറയിൽ, ഇനിയും പുതിയ തലമുറയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ആളുണ്ടാകണം. സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആളുകൾ ഉണ്ടാകണം. ആ രീതിയിലായിരിക്കണം ഇനിയുള്ള തലമുറയും എന്ന രീതിയിലൊരു സന്ദേശം എത്തിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിലാപയാത്ര വൈകുകയാണ്. പ്രതീക്ഷിച്ചതിലുമൊക്കെ കാലതാമസം ഉണ്ടാകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് എത്തിക്കാനായി. അവിടെയും ഇനി പൊതുദർശനം ഉണ്ടാകും. അവിടെ ആയിരങ്ങളും പതിനായിരങ്ങളും കാത്തിരിക്കുകയാണ് പുന്നപ്ര വയലാറിൻ്റെ സമരനായകനെ കാണാൻ. ഒരിക്കൽ അവകാശബോധമില്ലായിരുന്ന ഒരു ജനങ്ങളിലെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാക്കി സംഘടിപ്പിച്ച് നീതി നിഷേധത്തിനു വേണ്ടി പോരാടാൻ വേണ്ടി, ഒരിക്കലും ഇന്ന് ജീവിക്കുന്ന ഒരു ജനസമൂഹത്തിന് അവരുടെ ഭാവനയിൽ പോലും കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ചൂഷണങ്ങളുള്ള പ്രാകൃതമായ പല അനാചാരങ്ങളും നിലനിന്നിരുന്ന ഒരു സമൂഹത്തെ ഒരു മെച്ചപ്പെട്ട സമൂഹമാക്കി മാറ്റാൻ അന്നത്തെ കാലത്ത് 1930-കൾ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ എത്രയോ വർഷം മുൻപേ നടന്ന ഒരു വ്യക്തിയായിരുന്നു VS അച്യുതാനന്ദൻ എന്ന് നമുക്ക് മനസ്സിലാക്കും. ഒരാൾ മുൻപേ നടക്കാൻ ശ്രമിക്കുമ്പോൾ, 10-15 വർഷം മുന്നിൽ കണ്ട് നടക്കാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ആ വ്യക്തി അനുഭവിക്കുന്ന ചോദ്യം ചെയ്യലുകൾ, അതൊക്കെ നേരിട്ട് അതൊന്നും കണക്കാക്കാതെ പോരാട്ട വീര്യത്തോടുകൂടെ മുന്നോട്ട് പോയ ആ പ്രിയ സഖാവിനിപ്പോൾ ജനങ്ങൾ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്നുള്ള ജനങ്ങൾ, കേരളത്തിൻ്റെ അതിർത്തി കടന്നുള്ള ജനങ്ങൾ, വിദേശ രാജ്യത്ത് നിന്ന് എത്തിച്ചേർന്നവർ, അവരൊക്കെ നൽകുന്ന വികാര വായ്പോടെയുള്ള ആ ഒരു അന്തിമോപചാരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴയോ മുഷിഞ്ഞ കാലാവസ്ഥയോ സമീപത്ത് ഒരു കടകളില്ലാത്തതോ വാഹന സൗകര്യമില്ലാത്തതോ ഒന്നും ബാധിക്കാതെ മണിക്കൂറുകളോളം ജനങ്ങളിങ്ങനെ കാത്തു നിൽക്കുകയാണ് അദ്ദേഹത്തോടുള്ള സ്നേഹം. ഒരു വ്യക്തിയോടുള്ള സ്നേഹം എന്നതിലുപരി സഹജീവികൾക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച, ജീവിതത്തിൻ്റെ ഏറിയ പങ്കും സഹജീവികൾക്ക് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ അതിന് ഉചിതമായ ആദരം എങ്ങനെ ഒരുക്കണം എന്ന് കേരളത്തെ ആരും പഠിപ്പിക്കേണ്ട എന്ന നിലയിലാണ് ഈ ഒരു അണമുറിയാത്ത സ്നേഹം. അതിൽ രാഷ്ട്രീയ ഭേദമില്ലാതെയാണ് ആളുകൾ എത്തിച്ചേരുന്നത്. അദ്ദേഹവും അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു. രാഷ്ട്രീയ ഭേദമില്ലാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തുകയും ജനങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുകയും ജനനായകനെന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ സാധിക്കുന്ന ഒരു നേതാവാണെന്ന് തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ച ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അതിൽ രാഷ്ട്രീയം കാണണ്ട എന്ന തീരുമാനത്തോടുകൂടെ, രാഷ്ട്രീയ ഭേദമില്ലാതെ പ്രായഭേദമില്ലാതെ ജനങ്ങളിങ്ങനെ അവിടെ കണമുറിയാതെ എത്തിച്ചേരുന്ന, കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥ, ഓരോ ഇടങ്ങളിലും നിർത്തി പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ. മനീഷ് മഹിബാൽ ചേരുകയാണ്. മനീഷ്, ഈ വിലാപയാത്ര ഇനിയും വൈകുമെന്നൊരു സൂചനയാണല്ലോ മന്ത്രി സജി ചെറിയാൻ നൽകുന്നത്. കാരണം സ്നേഹം കൊണ്ടാണ് ജനങ്ങൾ ഓരോ ഇടങ്ങളിലും അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത്. ഒരല്പസമയം മുമ്പ് നമ്മൾ കണ്ടു ഒരു ചെറിയ കുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത്. ഏറെ അഭിമാനത്തോടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ VS എന്ന് പറയുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആ ഒരു സന്ദേശം മനുഷ്യത്വത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും സഹജീവികളെ എങ്ങനെ പരിഗണിക്കണമെന്നതിൻ്റെയും അവഗണിക്കപ്പെടുന്നവരെ എങ്ങനെ ചേർത്ത് നിർത്തണമെന്നും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എങ്ങനെ പോരാടണമെന്നും ഈ ഏറ്റവും പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് പോലും അതിൻ്റെ ഒരു സന്ദേശം, അത് പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള പ്രായം അവർക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും അത് അവരിലേക്ക് പകരുന്നു എന്ന് പറയുന്നത് ഏറെ
നമ്മളെയൊക്കെ സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ്. ഒപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ VS ഉണ്ടായിരുന്ന ആ കാലഘട്ടം അതെങ്ങനെയായിരുന്നു എന്ന് ഭാവനയിൽ കാണാനേ നമ്മളിൽ പലർക്കും ആകുന്നുള്ളൂ. 1923 ജനിച്ച് 1930കളോടെ തൻ്റെ കർമ്മപഥം സജീവമാക്കിയ ഒരു വ്യക്തിയാണ്. ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് AI വീഡിയോസ് നിർമ്മിത ബുദ്ധിയിലൂടെ ഉണ്ടാക്കിയ ചില വീഡിയോകളിലൂടെ നമ്മൾ കണ്ടു ആ കാലഘട്ടത്തെ. എങ്ങനെയായിരുന്നു ആ ചെറുപ്പക്കാരനായ കുട്ടിയായിരുന്ന VS, എങ്ങനെയായിരുന്നു അദ്ദേഹം സഹിച്ച ദുരിതങ്ങൾ. അതൊരു കഥ പോലെ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജീവിതത്തിലുപരിയായി കൃത്യമായി ആ യഥാർത്ഥ VSനെ കാണുന്നത് പോലെ നമുക്ക് തോന്നുന്ന പല വീഡിയോകളും ഇന്നലെ നമ്മൾ കണ്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോ ജീവിതത്തിൻ്റെതായ ഏടുകളും ഓരോ സാധാരണക്കാരനിലേക്കും എത്തിക്കാൻ ആധുനിക കാലത്തെ സാങ്കേതിക വിദ്യകൾ പോലും ഇന്നലെ പരിശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ വിലാപയാത്ര എവിടെ എത്തിയിട്ടുണ്ട്, എത്രത്തോളം കാലതാമസം ഉണ്ടാകും, അപ്പോൾ ഇനിയുള്ള ക്രമീകരണങ്ങളിലും ആ ഒരു കാലതാമസം ഉണ്ടാകുമല്ലോ അല്ലേ? എത്തുകയാണ്. അതായത് ഓച്ചിറ കഴിഞ്ഞാൽ അടുത്തത് കായംകുളം KPSC ആണ്. അദ്ദേഹത്തിൻ്റെ തട്ടകമാണ്. അദ്ദേഹം ബാല്യകാലം മുതലേ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ തൻ്റെ കർമ്മ മേഖലയിലേക്ക്, തൻ്റെ സ്വന്തം നാട്ടിലേക്ക് VS അച്യുതാനന്ദനെ എത്തിക്കുകയാണ്. അദ്ദേഹം മണ്ണിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വൻ ജനാവലിയാണ്. നമുക്ക് ഗതാഗതം നന്നേ നിയന്ത്രിക്കാൻ തന്നെ പാടുപെടുന്ന പോലീസും മറ്റ് സംഘാടകരെയും ഒക്കെ തന്നെ കാണാം. അങ്ങനെ ആബാലവൃദ്ധം ജനങ്ങൾ, ജാതി മത വർഗ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾ VS അച്യുതാനന്ദനെ, തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ, ആ കമ്മ്യൂണിസ്റ്റിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇത് 16 മണിക്കൂർ നീണ്ടു. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടി തന്നെ സെക്രട്ടേറിയറ്റിൽ നിന്നും ആരംഭിച്ച വിലാപയാത്രയാണ് ഇന്നലെ രാത്രി 9 മണിക്ക് എത്തുമെന്ന കണക്കുകൂട്ടലിലൊക്കെ തന്നെ തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ആയിട്ടും ഇത് ആലപ്പുഴ ജില്ലയിലേക്ക് പോലും പ്രവേശിച്ചിട്ടില്ല എന്നതാണ് കാരണം അത്രയും അധികം ആളുകളാണ്. നമ്മൾ കഴക്കൂട്ടത്തും ശ്രീകാര്യത്തും കാര്യവട്ടത്തും ഒക്കെ തന്നെ കണ്ടതാണ്, കൊല്ലത്തും ചവറയിലുമൊക്കെ തന്നെ കണ്ടതാണ്. അത്രത്തോളം ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ വേണ്ടി വന്ന് നിന്നതും അങ്ങനെ ഓരോ പോയിന്റുകളിൽ ആളുകൾ കേന്ദ്രീകരിച്ച് നിന്നതല്ലാതെ പല സ്ഥലങ്ങളിലായി ആളുകൾ ഇങ്ങനെ നിന്ന സമയത്ത് ആ വിലാപയാത്രയ്ക്ക് നിർത്തിക്കൊടുക്കേണ്ടി വന്നു അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ വിലാപയാത്രയുടെ തുടക്കം മുതൽ ഇപ്പോഴിതാ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭൂമിയിലേക്ക് അദ്ദേഹം തൻ്റെ പൂർവികർക്കൊപ്പം, പ്രിയപ്പെട്ടവർക്കൊപ്പം പുന്നപ്ര വയലാറിൻ്റെ അല്ലെങ്കിൽ വലിയ ചുടുകാട്ടിലെ ആ മണ്ണിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന് അന്ത്യ അഭിവാദ്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന 1000 ആളുകളെ ഈ തെരുവീഥികളിൽ നമുക്ക് കാണാം. ഇപ്പോഴിതാ VS അച്യുതാനന്ദന്റെ വിലാപയാത്ര, അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര, ആ ബസ് KSRTCയുടെ ആ ബസ് ഇപ്പോൾ ഓച്ചിറയുടെ മണ്ണിലെത്തി നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്നാണ് അത് ആലപ്പുഴയുടെ ഭൂമിയിലേക്ക്, അദ്ദേഹത്തിൻ്റെ കർമ്മ ഭൂമിയിലേക്ക്, KPSCയുടെ ആസ്ഥാനത്തേക്കാണ് ഇനി അടുത്തതായി അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം എത്തിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മന്ത്രി P. പ്രസാദും KN ബാലഗോപാലും തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിനൊപ്പമുണ്ട്. അങ്ങനെ തലസ്ഥാന നഗരിയിൽ നിന്നും ആ യാത്ര തുടങ്ങിയ ഒരു വേളയിൽ പോലും എല്ലാ സമയങ്ങളിലും ആരവങ്ങൾ ഉയർന്നു നിന്നു. VS മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം മുഴക്കുന്നത് അത് മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നുമാണ്. ഇവിടെ 1000 ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും VSനെ കാണുവാനുള്ള ഒരു അവസരമുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും അധികം ആളുകൾക്ക് കണ്ട് മടങ്ങിപ്പോകുന്ന സമയം അത് ഒത്തിരി സമയമെടുക്കും. അങ്ങനെയുള്ളൊരു സമയത്തിനുള്ള ഒരു വലിയ കാലതാമസമാണ് ഈ യാത്ര, അതായത് ഈ VSനെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇത്രയും വൈകുവാനുള്ള കാരണം. ഏകദേശം ഒരു 1000കണക്കിന് ആളുകൾ ഈ ഓച്ചിറയിൽ തന്നെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ അത് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.